മോർണിംഗ് ഓൾ. നേഴ്സ് സക്സസ് മാജിക് കരിയർ പോയിന്റ് മറ്റൊരു യൂട്യൂബ് സെഷനിലേക്ക് ഏവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. സോ എല്ലാവരും വിഷു ഒക്കെ സെലിബ്രേറ്റ് ചെയ്ത് വീണ്ടും പഠിത്തത്തിലേക്ക് തിരിച്ചു വന്നു എന്ന് വിശ്വസിക്കുന്നു. സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ ഫണ്ടമെന്റൽസ് ഓഫ് നഴ്സിംഗിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട യൂണിറ്റ് ആയിട്ടുള്ള വൈറ്റൽ സയൻസിലെ ബ്ലഡ് പ്രഷർ റിലേറ്റഡ് ആയിട്ടുള്ള എക്സാം പോയിന്റും അതിൽ നിന്നുള്ള ഇതുവരെ എക്സാമുകളിൽ ചോദിച്ചുള്ള ഒരു 20ഓളം ചോദ്യങ്ങളുമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നിങ്ങൾ തന്നെ ആൻസർ ചെയ്യണം. കഴിഞ്ഞ എക്സാമുകളെല്ലാം നിങ്ങൾ വളരെ നന്നായിട്ട് ആൻസർ ചെയ്ത് ഫുൾ മാർക്ക് സ്കോർ ചെയ്തവരൊക്കെ കമന്റ് നിങ്ങൾ ഇട്ടു. വളരെ സന്തോഷം. നിങ്ങൾ നന്നായിട്ട് പഠിക്കുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. സോ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഇപ്പോഴത്തെ ബാച്ചുകളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. DHS സ്റ്റാഫ് നേഴ്സ് PSC 2024 എക്സാമിനായിട്ടുള്ള സൂപ്പർ 50 ബാച്ചിന്റെ 4ാമത്തെ ബാച്ച് അഡ്മിഷനുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഏപ്രിൽ 25 മുതലാണ് ക്ലാസ്സുകൾ ആരംഭിക്കുന്നത്. സോ അടുത്ത DHS എക്സാമിനായിട്ട് ആത്മാർത്ഥമായിട്ട് തയ്യാറെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഉറപ്പായിട്ടും ഈ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിച്ച് തുടങ്ങുക. സോ ഇനിയുള്ള ഒരു വർഷമെങ്കിലും സമയം വളരെ നന്നായിട്ട് പ്രയോജനപ്പെടുത്തിയാൽ ഉറപ്പായിട്ടും ആദ്യ റാങ്കിൽ എത്താൻ കഴിയും. അതിനോടൊപ്പം തന്നെ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ നഴ്സിംഗ് എക്സാമിന് ഇനി വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. സോ അവർക്കായിട്ട് നേഴ്സ് സക്സസ് മാജിക് കരിയർ പോയിന്റ് തയ്യാറാക്കുന്ന മെഗാ ടെസ്റ്റ് സീരീസ് 50 പ്രീവിയസ് എക്സാമുകളും അതുപോലെ PhD എൻട്രൻസ് ഉൾപ്പെടെയുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ, അതുപോലെ 15 നഴ്സിംഗ് സബ്ജക്ട്സുകളുടെ ഫൈനൽ മെഗാ എക്സാമുകൾ. ഓരോ എക്സാം 100 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. സോ ഓൺലൈൻ എക്സാമുകളാണ്. ഈ വർഷത്തെ അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാം ഓൺലൈൻ എക്സാം ആയതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും അത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും. സോ അറ്റൻഡ് ചെയ്ത് പഠിക്കുക. അതുപോലെ തന്നെ MSc നഴ്സിംഗ് എൻട്രൻസ് പോസ്റ്റ് BSc എൻട്രൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കായിട്ടുള്ള ബാച്ചും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഉറപ്പായിട്ടും ജോയിൻ ചെയ്ത് പഠിക്കുക. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. വൈറ്റൽ സയൻസിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ബ്ലഡ് പ്രഷർ. നമുക്ക് ക്വസ്റ്റ്യൻ ധാരാളമായിട്ട് എക്സാമിന് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. സോ ഇതിൽ നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആണ് ഈ ഒരു ടോപ്പിക്. കാരണം ഫസ്റ്റ് ഇയർ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ വൈറ്റൽ സയൻസ് ഓരോന്നും, അത് ബ്ലഡ് പ്രഷർ എടുക്കാനും അതിന്റെ അബ്നോർമാലിറ്റീസും എല്ലാം നിങ്ങൾ പഠിക്കുന്നതാണ്. സോ ഇതിൽ നിന്നുള്ള ഓരോ എക്സാം പോയിന്റുകളും അതിൽ നിന്ന് അതുമായി റിലേറ്റഡ് പ്രീവിയസ് എക്സാമിന് ചോദിച്ച ചോദ്യങ്ങളുമായിരിക്കും കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. സോ ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ പോലും നിങ്ങൾക്ക് മിസ് ആകില്ല എന്ന് ഉറപ്പ് ഞാൻ തരികയാണ്. സോ ക്ലിയർ ആയിട്ട് നോട്ട് എഴുതിയെടുത്ത് തന്നെ പഠിക്കുക. അതുപോലെ ഇതിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും കൃത്യമായിട്ട് നോട്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. വളരെ കുറച്ച് ചോദ്യങ്ങളേ ഉള്ളൂ. അത് കൃത്യമായിട്ട് അതും കൂടി നോട്ട് ചെയ്ത് പഠിച്ചാൽ ഉറപ്പായിട്ടും ഈ ടോപ്പിക്കിൽ മാർക്ക് പോകില്ല എന്ന് ഞാൻ ഉറപ്പ് തരികയാണ്. ഓക്കെ, അപ്പൊ എന്താണ് പ്രഷർ? സോ സിംപ്ലി നമുക്ക് പറയാം, ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് നമ്മുടെ ഹാർട്ട് ലെഫ്റ്റ് വെൻട്രിക്കിൾ കൺട്രാക്ട് ചെയ്ത് ബ്ലഡ് നമ്മൾ ബ്ലഡ് വെസൽസിലോട്ട് അല്ലെങ്കിൽ അയോർട്ടയിലേക്ക് പമ്പ് ചെയ്യാണ് അല്ലെ. സോ ബ്ലഡ് പമ്പ് ചെയ്യുമ്പോൾ ഈ ബ്ലഡ് ആർട്ടറീസിന്റെ വാൾസിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിനെയാണ് സിംപ്ലി ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. സോ വെൻ ദ ഹാർട്ട് പമ്പ്സ് ബ്ലഡ് ത്രൂ ദ ആർട്ടറീസ്, ദ ബ്ലഡ് പുട്സ് പ്രഷർ ഓൺ ദി ആർട്ടീരിയൽ വാൾ. ദിസ് ഈസ് നോൺ ആസ് സിംപ്ലി ബ്ലഡ് പ്രഷർ. സോ നമ്മൾ ബ്ലഡ് പ്രഷർ നോട്ട് ചെയ്യുമ്പോൾ നമ്മൾ 2 വാല്യൂ നോട്ട് ചെയ്യണം. 120/80, 140/90 എന്നൊക്കെ നമ്മൾ 2ആയിട്ട് നമ്മൾ നോട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ബ്ലഡ് പ്രഷറിന് തന്നെ 2 പാർട്ട് ഉണ്ട് അല്ലേ. സോ ഫസ്റ്റ് ഈസ് സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ അല്ലെങ്കിൽ സിസ്റ്റോളിക് പ്രഷർ, ആൻഡ് സെക്കൻഡ് ഈസ് ഡയസ്റ്റോളിക് പ്രഷർ. എന്താ സിസ്റ്റോളിക് പ്രഷറും ഡയസ്റ്റോളിക് പ്രഷറും? സിസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത് ഹാർട്ട് കൺട്രാക്ട് അല്ലെങ്കിൽ വെൻട്രിക്കിൾസ് കൺട്രാക്ട് ചെയ്യുമ്പോൾ ബ്ലഡ് എന്ത് ചെയ്യുന്നു? അയോർട്ടയിലേക്ക് പുഷ് ചെയ്യാണ്. സോ ആ സമയത്ത് എക്സേർട്ട് ചെയ്യുന്ന ബ്ലഡ് വെസൽസിന്റെ വാളിൽ എക്സേർട്ട് ചെയ്യുന്ന ഹയസ്റ്റ് പ്രഷറിനെയാണ് നമ്മൾ സിസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? സോ ഹയസ്റ്റ് ഡിഗ്രി ഓഫ് പ്രഷർ exerted by the blood against the arterial wall of the blood vessel during the ventricular contraction when the left ventricle is forcing the blood into the aorta. So blood contract ചെയ്ത് ഫോഴ്സിൽ ബ്ലഡ് പുഷ് ചെയ്യാണ്. സോ ഇവിടുത്തെ ഹയസ്റ്റ് പ്രഷർ ആയിരിക്കും, അതിനെ വിളിക്കുന്ന പേരാണ് സിസ്റ്റോളിക് പ്രഷർ. സോ അടുത്ത വളരെ ഇമ്പോർട്ടന്റ് എക്സാം ക്വസ്റ്റ്യൻ, നോർമൽ സിസ്റ്റോളിക് BP is 120 mm of Hg. പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ നോട്ട് ചെയ്യുക. നോർമൽ സിസ്റ്റോളിക് BP is 120 mm of Hg. സോ രണ്ടാമത് ഡയസ്റ്റോളിക് പ്രഷർ. സോ ഡയസ്റ്റോളിക് പ്രഷർ എന്ന് പറഞ്ഞാൽ ഡയസ്റ്റോൾ, സിസ്റ്റോൾ നമ്മൾ പറഞ്ഞു ഹാർട്ടിന്റെ കൺട്രാക്ഷൻ ആണ് അല്ലെ. ഡയസ്റ്റോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സോ ഹാർട്ട് കൺട്രാക്ട് ചെയ്താൽ ദെൻ റിലാക്സ് ചെയ്യും, കൺട്രാക്ട് ചെയ്യും, റിലാക്സ് ചെയ്യും. സോ ഡയസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത് ഹാർട്ട് റിലാക്സ് ചെയ്യുന്ന സമയത്ത് ബ്ലഡ് വെസൽസ് എക്സേർട്ട് ചെയ്യുന്ന ലോവസ്റ്റ് പ്രഷറിനെയാണ് ഡയസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത്. സിമ്പിൾ അല്ലേ? സോ ഡയസ്റ്റോളിക് പ്രഷർ ഈസ് the lowest pressure that occurs when the heart is in its resting period or during ventricular relaxation അല്ലെങ്കിൽ diastole. So normal diastolic BP is 80 mm of Hg. Clear അല്ലേ? So normal systolic BP is 120 mm of Hg and normal diastolic BP is 80 mm of Hg. So normal
ബ്ലഡ് പ്രഷർ എന്നപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? സിസ്റ്റോളിക് ബി പി ബാർ ഡയസ്റ്റോളിക് ബി പി ആണ്. സോ 120/80 mm of Hg is the normal blood pressure. Previous exam question നോട്ട് ചെയ്യണം. ഓക്കെ, സോ ബി പി ഫോർമുല. ഈ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് രണ്ട് ഫാക്ടേഴ്സിനെ ഡിപ്പെൻസ് ആണ്. ഫസ്റ്റ് ഈസ് കാർഡിയാക് ഔട്ട്പുട്ട് ആൻഡ് സെക്കൻഡ് ഈസ് സിസ്റ്റമിക് വാസ്കുലാർ റെസിസ്റ്റൻസ്. കാർഡിയാക് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, നോർമൽ കാർഡിയാക് ഔട്ട്പുട്ട് എത്രയാണ്? കാർഡിയാക് ഔട്ട്പുട്ട് ഇറ്റ് ഇസ് 5 ലിറ്റർ. 5 അഡൽട്സിലെ കാർഡിയാക് ഔട്ട്പുട്ട് എന്ന് 5 ലിറ്റർ ആണ്. പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ ആണ്. Then systemic vascular resistance of systemic vascular resistance, the total resistance of the arterioles to flow of blood. അത് ആർട്ടറീസിലുള്ള ടെൻഷൻ ആണ്, ആ ബ്ലഡ് വെസൽസിലുള്ള ടെൻഷൻ ആണ് നമ്മൾ സിസ്റ്റമിക് വാസ്കുലർ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ SVR എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? സോ ബി പി നമുക്ക് ഇങ്ങനെ പറയാം, കാർഡിയക് ഔട്ട്പുട്ട് ഇൻറ്റു സിസ്റ്റമിക് വാസ്കുലർ റെസിസ്റ്റൻസ്, CO ഇൻറ്റു SVR. പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ നോട്ട് ചെയ്യുക. ബി പി ഈസ് ഈക്വൽ ടു കാർഡിയക് ഔട്ട്പുട്ട് ഇൻറ്റു സിസ്റ്റമിക് വാസ്കുലർ റെസിസ്റ്റൻസ്. സോ നമ്മൾ മറ്റൊരു ക്വസ്റ്റ്യൻ പഠിച്ചിട്ടുണ്ട്. ഈ കാർഡിയക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് രണ്ട് ഫാക്ടേഴ്സിനെ ഡിപ്പെൻസ് ആണ്, ഹാർട്ട് റേറ്റ് ആൻഡ് സ്ട്രോക്ക് വോളിയം. കാർഡിയക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് രണ്ട് ഫാക്ടേഴ്സിനെ ഡിപ്പെൻസ് ആണ് അല്ലെ? നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, ഹാർട്ട് റേറ്റ് ആൻഡ് സ്ട്രോക്ക് വോളിയം. ഹാർട്ട് റേറ്റ്, നോർമൽ ഹാർട്ട് റേറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 72 beats per minute. അതുപോലെ സ്ട്രോക്ക് വോളിയം എന്ന് പറയുന്നത് നോർമൽ സ്ട്രോക്ക് വോളിയം ഇൻ അഡൽറ്റ് ഈസ് 70 ml. പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ. എന്താ സ്ട്രോക്ക് വോളിയം എന്ന് പറയുന്നത്? പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ നോട്ട് ചെയ്യണം കേട്ടോ. നോർമൽ സ്ട്രോക്ക് വോളിയം ഈസ് 70 ml. 70 ml ആണ് നോർമൽ സ്ട്രോക്ക് വോളിയം. പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ നോട്ട് ചെയ്യണം. എന്താ സ്ട്രോക്ക് വോളിയം എന്ന് പറയുന്നത്? സോ സ്ട്രോക്ക് വോളിയം എന്ന് പറയുന്നത് the amount of blood pumped by the heart in each cycle. ഓരോ സൈക്കിളിലും ഹാർട്ട് പമ്പ് ചെയ്യുന്ന ബ്ലഡിന്റെ അളവാണ് സ്ട്രോക്ക് വോളിയം എന്ന് പറയുന്നത്. അഡൽട്ടിൽ ഇറ്റ് ഈസ് 70 ml. സോ കാർഡിയക് ഔട്ട്പുട്ട് ഈസ് ഈക്വൽ ടു ഹാർട്ട് റേറ്റ് ഇൻറ്റു സ്ട്രോക്ക് വോളിയം. ദാറ്റ് ഇസ് ഹാർട്ട് റേറ്റ് 72 ആണ്, സ്ട്രോക്ക് വോളിയം 70 ml ആണ്. സോ ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് 5 ലിറ്റർ എന്നാണ്. അപ്പൊ ഇവിടുത്തെ എക്സാം ക്വസ്റ്റ്യൻ കിട്ടിയല്ലോ. കാർഡിയക് ഔട്ട്പുട്ട് എത്രയാണ്? നോർമൽ. ദെൻ സിസ്റ്റമിക് വാസ്കുലർ റെസിസ്റ്റൻസ് എന്താണ്? ദെൻ കാർഡിയക് ഔട്ട്പുട്ടിന്റെ ഫോർമുല ഹാർട്ട് റേറ്റ് ഇൻറ്റു സ്ട്രോക്ക് വോളിയം. നോർമൽ ഹാർട്ട് റേറ്റ് എത്രയാണ്? നോർമൽ സ്ട്രോക്ക് വോളിയം എത്രയാണ്? ഇത്രയും ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയിട്ട് പഠിച്ചോ. എന്താണ് സ്ട്രോക്ക് വോളിയം? ഇത്രയും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ ഈ കാർഡിയക് ഔട്ട്പുട്ട് ഈസ് ഈക്വൽ ടു ഹാർട്ട് റേറ്റ് ഇൻറ്റു സ്ട്രോക്ക് വോളിയം ആണെങ്കിൽ നമുക്ക് ബി പിയുടെ ഫോർമുല എങ്ങനെ ചേഞ്ച് ചെയ്യാം? ബി പി ഈസ് ഈക്വൽ ടു കാർഡിയക് ഔട്ട്പുട്ട് ഇൻറ്റു സിസ്റ്റമിക് വാസ്കുലർ റെസിസ്റ്റൻസ് ആണല്ലേ? സോ നമുക്ക് അതിനെ ഒന്നുകൂടി ഒന്ന് മോഡിഫൈ ചെയ്യാം. കാർഡിയക് ബി പി ഈസ് ഈക്വൽ ടു ഹാർട്ട് റേറ്റ് ഇൻറ്റു stroke volume into systemic vascular resistance. Clear അല്ലേ? So BP is equal to heart rate into stroke volume into systemic vascular resistance. That is BP. Exam question ആണ്, നോട്ട് ചെയ്യുക. Then അടുത്തതായി നമ്മൾ അറിയേണ്ടത് പൾസ് പ്രഷർ. വളരെ ഇമ്പോർട്ടന്റ് എക്സാം ക്വസ്റ്റ്യൻ ആണ്. പൾസ് പ്രഷറും പൾസ് ഡെഫിസിറ്റും എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ മാറി മാറി കാണുന്ന രണ്ട് ചോദ്യങ്ങളാണ്. പൾസ് ഡെഫിസിറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഇറ്റ്സ് എ ഡിഫറൻസ് ബിറ്റ്വീൻ റേഡിയൽ പൾസ് ആൻഡ് എപ്പിക്കൽ പൾസ് ആണ് അല്ലെ? സോ പൾസ് പ്രഷർ എന്ന് പറയുന്നത് എന്താണ്? അപ്പോ ഇറ്റ്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സിസ്റ്റോളിക് ആൻഡ് ഡയസ്റ്റോളിക് പ്രഷർ. സോ അങ്ങനെയാണെങ്കിൽ നോർമൽ പൾസ് പ്രഷർ എത്രയായിരിക്കും? നോർമൽ സിസ്റ്റോളിക് ബി പി ദാറ്റ് ഇസ് 120 മൈനസ് ഡയസ്റ്റോളിക് ബി പി എത്രയാണ്? നോർമൽ 120/80 ആണ് അല്ലെ? 120 മൈനസ് 80. സോ നോർമൽ പൾസ് പ്രഷർ ഈസ് 40 mm of Hg. പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ നോട്ട് ചെയ്യണം. അടുത്ത വളരെ വളരെ ഇമ്പോർട്ടന്റ് എക്സാം ക്വസ്റ്റ്യൻ, റിപ്പീറ്റഡ് എക്സാം ക്വസ്റ്റ്യൻ. ദ റേഷ്യോ ബിറ്റ്വീൻ സിസ്റ്റോളിക്, ഡയസ്റ്റോളിക് ആൻഡ് പൾസ് പ്രഷർ ഈസ് 3:2:1. റിപ്പീറ്റഡ് എക്സാം ക്വസ്റ്റ്യൻ നോട്ട് ചെയ്യുക. എങ്ങനെയായി 3:2:1 വരുന്നത്? ദ റേഷ്യോ ബിറ്റ്വീൻ സിസ്റ്റോളിക്, ഡയസ്റ്റോളിക് ആൻഡ് പൾസ് പ്രഷർ ആണ് അല്ലെ? സോ സിസ്റ്റോളിക് എന്ന് പറയുന്നത് നോർമൽ എത്രയാണ്? 120. Diastolic is 80. Pulse pressure is 40 mm of Hg. So ഇത് മൂന്നും റേഷ്യോ എടുക്കുമ്പോൾ എങ്ങനെ കിട്ടും? 120:80:40. സോ ഇത് മൂന്നും 40 കൊണ്ട് ക്യാൻസൽ ആയി പോകും. സോ ക്യാൻസൽ ചെയ്യുമ്പോൾ 40 × 3 ആണ് 120, 40 × 2 ആണ് 80, 14 1 ആണ്.
പൾസ് പ്രഷർ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? സോ 3:2:1 ആണ് നോർമൽ റേഷ്യോ ബിറ്റ്വീൻ സിസ്റ്റോളിക്, ഡയസ്റ്റോളിക് ആൻഡ് പൾസ് പ്രഷർ എന്ന് പറയുന്നത്. റിപ്പീറ്റഡ് എക്സാം ക്വസ്റ്റ്യൻ നോട്ട് ചെയ്യാം കേട്ടോ. സോ നെക്സ്റ്റ് ഈസ് മീൻ ആർട്ടീരിയൽ ബ്ലഡ് പ്രഷർ. മീൻ ആർട്ടീരിയൽ ബ്ലഡ് പ്രഷർ അല്ലെങ്കിൽ MABP. വളരെ വളരെ ഇമ്പോർട്ടന്റ് എക്സാം ക്വസ്റ്റ്യൻ ആണ്. പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ ഇതിന്റെ ഫോർമുല ചോദിച്ചിട്ടുണ്ട്. ഒരു വാല്യൂ തന്നിട്ട് മീൻ ആർട്ടീരിയൽ ബ്ലഡ് പ്രഷർ കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്. നോർമൽ MABP എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ചാൽ മാത്രം മതി. സോ MABP അല്ലെങ്കിൽ മീൻ ആർട്ടീരിയൽ ബ്ലഡ് പ്രഷർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല, 2 ഫോർമുലാസ് ഉണ്ട്. ഒന്ന് സിസ്റ്റോളിക് BP പ്ലസ് 2 into ഡയസ്റ്റോളിക് BP the whole divided by 3. അപ്പൊ നമുക്കൊരു സിസ്റ്റോളിക് BP ഡയസ്റ്റോളിക് BP ആണ് തരുന്നതെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം മീൻ ആർട്ടീരിയൽ ബ്ലഡ് പ്രഷർ. ദാറ്റ് ഈസ് സിസ്റ്റോളിക് BP പ്ലസ് 2 into ഡയസ്റ്റോളിക് BP the whole divided by 3. കിട്ടിയോ? the whole divided by 3 ആണേ, തെറ്റിപ്പോരുത്. രണ്ടാമത്തെ ഫോർമുല എന്ന് പറയുന്നത് MABP is equal to diastolic BP plus 1/3 of pulse pressure. Diastolic BP plus 1/3 of pulse pressure. Pulse pressure എന്ന് പറയുന്നത് systolic BP minus diastolic BP. സോ അപ്പൊ 2 ഫോർമുല ഉണ്ട്. സിസ്റ്റോളിക് BP plus 2 into diastolic BP divided by whole divided by 3. Diastolic BP plus 1/3 of pulse pressure. അങ്ങനെയാണെങ്കിൽ 120/80 BP ഉള്ള ഒരു പേഷ്യന്റെ മീൻ ആർട്ടീരിയൽ ബ്ലഡ് പ്രഷർ എത്രയാണ്? 120/80 BP ഉള്ള ഒരാളുടെ മീൻ ആർട്ടീരിയൽ ബ്ലഡ് പ്രഷർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി. എങ്ങനെ ചെയ്യാൻ പറ്റും? സോ സിസ്റ്റോളിക് BP എന്ന് പറയുന്നത് എത്ര? 120/80 ആണ്. സിസ്റ്റോളിക് BP is 120, then plus 2 into diastolic BP. 2 into diastolic BP എന്ന് പറയുന്നത് എത്രയാണ്? 80. 2 into 80 that is 160. The whole divided by 3 ആണ് ആൻസർ എന്ന് പറയുന്നത് അല്ലെ. So that is equal to 120 plus 160, that is 280 divided by 3. Clear അല്ലേ? That is equal to 93 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? സോ 120/80 ഒരു നോർമൽ BP ഉള്ള ഒരു വ്യക്തിയുടെ മീൻ ആർട്ടീരിയൽ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 93 mm of Hg. സോ നോർമൽ മീൻ ആർട്ടീരിയൽ ബ്ലഡ് പ്രഷർ ഈസ് 93 mm of Hg. പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ. സോ ഇനി രണ്ടാമത്തെ ഫോർമുലയിൽ നമുക്ക് അപ്ലൈ ചെയ്താലോ? രണ്ടാമത്തെ ഫോർമുലയിൽ ഡയസ്റ്റോളിക് BP പ്ലസ് 1/3 ഓഫ് പൾസ് പ്രഷർ. ഡയസ്റ്റോളിക് BP എന്ന് പറയുന്നത് 80 mm of Hg ആണ്, പ്ലസ് 1/3 ഓഫ് പൾസ് പ്രഷർ. പൾസ് പ്രഷർ എന്ന് പറഞ്ഞാൽ 120 മൈനസ് 80, ദാറ്റ് ഈസ് 40/3. സോ ഓൾമോസ്റ്റ് 13 കിട്ടും. സോ 80 പ്ലസ് 13 ദാറ്റ് ഈസ് 93 mm of Hg എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? സോ അപ്പൊ നോർമൽ മീൻ ആർട്ടീരിയൽ ബ്ലഡ് പ്രഷർ ദാറ്റ് ഈസ് 120/80 ബ്ലഡ് പ്രഷർ ഉള്ള ഒരു വ്യക്തിയുടെ മീൻ ആർട്ടീരിയൽ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് 93 mm of Hg. ക്ലിയർ? ഓക്കെ. ദെൻ ബ്ലഡ് പ്രഷർ റിലേറ്റഡ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരിക്കലും മറന്നുപോകാൻ പാടില്ലാത്ത കുറച്ച് എക്സാം പോയിന്റുകളാണ് ഈ കൊടുത്തിരിക്കുന്നത്. സോ BP മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്, നമ്മൾ ഈ പറഞ്ഞ BP അപ്പാരറ്റസ് എന്നൊക്കെ പറയുന്നത് സ്ഫിഗ്മോ മാനോമീറ്റർ. BP മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് ഈസ് സ്ഫിഗ്മോ മാനോമീറ്റർ. BP റെഗുലേറ്റിംഗ് സെന്റർ എന്ന് പറയുന്നത് BP റെഗുലേറ്റിംഗ് സെന്റർ ഇരിക്കുന്നത് ഇറ്റ് ഈസ് ബ്രെയിനില് മെഡുല ഒബ്ലോങ്കേറ്റ ആണ്. BP റെഗുലേറ്റിംഗ് സെന്റർ ഈസ് മെഡുല ഒബ്ലോങ്കേറ്റ. പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ. അതുപോലെ തന്നെ നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ BMR അല്ലെങ്കിൽ ബേസൽ മെറ്റബോളിസം ഇൻക്രീസ് ചെയ്യും അല്ലെ? BMR ഇൻക്രീസ് ചെയ്യും. സോ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ബേസൽ മെറ്റബോളിക് റേറ്റ് ഇൻക്രീസ് ചെയ്യും. സോ BP ഇൻക്രീസ് ചെയ്യും. BP ഇൻക്രീസസ് ആഫ്റ്റർ ടേക്കിംഗ് ഫുഡ്. പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ ഡ്യൂ ടു ഇൻക്രീസ് ഇൻ BMR. അതുപോലെ തന്നെ അടുത്തതും പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ ആണ്. ഓവർ വെയ്റ്റ് പേഴ്സൺ അല്ലെങ്കിൽ ഒബീസ് പേഴ്സൺ ഹാവ് ഹൈ BP ദാൻ നോർമൽ പേഴ്സൺ. ഒബീസ് അല്ലെങ്കിൽ ഓവർ വെയ്റ്റ് പേഴ്സണിന് നോർമൽ പേഴ്സണുകൾ ഹൈ BP ഉണ്ടായിരിക്കും. അതുപോലെ ഇമോഷണൽ കണ്ടീഷൻ, സ്ട്രെസ് ഒക്കെ ഉണ്ടായാലും BP ഇൻക്രീസ് ചെയ്യും. സോ ഇത്രയും കാര്യങ്ങൾ ഓർത്തു വയ്ക്കുക, ഇമ്പോർട്ടന്റ് ആണ്. പഠിച്ചോ? സോ നെക്സ്റ്റ് ഈസ് സൈറ്റ്സ് ഓഫ് ടേക്കിംഗ് BP. BP നമ്മൾ നോർമൽ എവിടെയൊക്കെയാണ് നമ്മൾ
BP എടുക്കാൻ ഉപയോഗിക്കുന്ന സൈറ്റുകൾ. പ്രധാനമായും 4 സൈറ്റാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഏത് ആർട്ടറിയാണ്? ബ്രേക്കിയൽ ആർട്ടറിയാണ് അല്ലെ. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രേക്കിയൽ ആർട്ടറിയാണ്. സോ പ്രധാനമായും 4 സൈറ്റുകളാണുള്ളത്. കയ്യിൽ 2 സൈറ്റ് ഉണ്ട്, കാലുകളിൽ 2 സൈറ്റ് ഉണ്ട്. സോ കാലിൽ നമ്മൾ ഏറ്റവും കോമൺ യൂസ് ചെയ്യുന്നത് ബ്രേക്കിയൽ ആർട്ടറിയാണ്. ബ്രേക്കിയൽ ആർട്ടറി നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ലിംബ് നമ്മൾ ഹാർട്ട് ലെവലിലായിരിക്കും കീപ്പ് ചെയ്യേണ്ടത്. കയ്യിൽ നമ്മൾ ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കൈ കീപ്പ് ചെയ്യേണ്ടത് ഹാർട്ടിന്റെ ലെവലിലായിരിക്കണം. ഇറ്റ് ഷുഡ് ബി അറ്റ് ദ ഹാർട്ട് ലെവൽ. എക്സാം ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ് ഷുഡ് ബി അറ്റ് ദ ഹാർട്ട് ലെവൽ. ക്ലിയർ ആണോ? സോ പൊസിഷൻ ദ ലിംബ് അറ്റ് ലെവൽ ഓഫ് ഹാർട്ട്. പ്ലേസ് കഫ് ഓൺ അപ്പർ ആം. ദെൻ ഓസ്കൽറ്റേറ്റ് ബ്രേക്കിയൽ ആർട്ടറി ആണ്. നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അടുത്ത് പറയും എവിടെയാണ് ഇത് പൊസിഷൻ ചെയ്യേണ്ടത്, കഫ് എവിടെയാണ് കെട്ടേണ്ടത്. സോ നമ്മൾ ഓസ്കൽറ്റേറ്റ് ചെയ്യേണ്ടത് ബ്രേക്കിയൽ ആർട്ടറി ആണ്. ആന്റിക്യൂബിറ്റൽ ഫോസയുടെ കുറച്ച് മുകളിലായിട്ട്, അത് ലെങ്ത് ഉൾപ്പെടെ നമ്മൾ പഠിക്കണം. നമ്മൾ ബ്രേക്കിയൽ ആർട്ടറി ആണ് അക്സസ് ചെയ്യുന്നത്, അല്ലെ ഓസ്കൽറ്റേറ്റ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഇനി ലോവർ ഹാൻഡ് ആണെങ്കിൽ നമ്മൾ പൊസിഷൻ ലിംബ് അറ്റ് ദ ലെവൽ ഓഫ് ഹാർട്ട് ആൻഡ് പ്ലേസ് ദ കഫ് എബവ് ദ റിസ്റ്റ്. റിസ്റ്റിന്റെ മുകളിലായിട്ടാണ് കെട്ടേണ്ടത്. ദെൻ നമ്മൾ ഓസ്കൽറ്റേറ്റ് ചെയ്യേണ്ടത് റേഡിയൽ ആർട്ടറി. എക്സാം ക്വസ്റ്റ്യൻ നോട്ട് ചെയ്യുക. റേഡിയൽ ആർട്ടറി. ബ്രേക്കിയൽ ആർട്ടറി താഴെയാണെങ്കിൽ റേഡിയൽ ആർട്ടറി. ഇനി കാലിലാണെങ്കിൽ നമുക്ക് രണ്ടിടത്ത് മുകളിലും കെട്ടാം താഴെയും കെട്ടാം. സോ മുകളിലാണെങ്കിൽ പ്ലേസ് ദ കഫ് എബവ് ദ നീ. കാൽ മുട്ടിന് പോപ്ലേറ്റിയൽ ഫോസയ്ക്കും പോപ്ലേറ്റ് ആർട്ടറി മുകളിലെയാണ്, നീയുടെ പാറ്റിൽ മുകളിലാണ് നമ്മൾ കെട്ടുന്നത്. നമ്മൾ ഓസ്കൽറ്റേറ്റ് ചെയ്യേണ്ടത് നമ്മൾ പോപ്ലേറ്റിയൽ ഫോസയിൽ കാണുന്ന പോപ്ലേറ്റിയൽ ആർട്ടറിയാണ് നമ്മൾ ഓസ്കൽറ്റേറ്റ് ചെയ്യേണ്ടത്. എക്സാം ക്വസ്റ്റ്യൻ ആണ് പോപ്ലേറ്റിയൽ ആർട്ടറി. ഇനി താഴത്തെയാണ്, കാലിന് താഴെ ഭാഗത്താണ് നമ്മൾ കഫ് കെട്ടുന്നതെങ്കിൽ പ്ലേസ് ദ കഫ് എബവ് ദി മാലിയോള യോർ അറ്റ് മിഡ് കാഫ്. മാലിയോള എന്ന് പറയുന്നത് നമുക്കറിയാം കാലിന്റെ ആംഗിളിന്റെ അടുത്തിരിക്കുന്ന ബോണി പ്രൊജക്ഷൻസ് ആണ് അല്ലെ, 2 സൈഡിൽ കാണുന്നത്. മീഡിയൽ മാലിയോളൈ ആൻഡ് ലാറ്ററൽ മാലിയോളൈ, 2 സൈഡിലായിട്ട് മാലിയോളൈ. സോ അതിന് മുകളിലായിട്ടായിരിക്കും കെട്ടേണ്ടത്. ദെൻ ഓസ്കൽറ്റേറ്റ് ചെയ്ത് ചെയ്യേണ്ട ആർട്ടറി എന്ന് പറയുന്നത് പോസ്റ്റീരിയർ ടിബിയൽ ആർട്ടറി അല്ലെങ്കിൽ ഡോർസാലിസ് പെഡിസ് ആർട്ടറി. ഈ പോസ്റ്റീരിയർ ടിബിയൽ ആർട്ടറിയുടെ പ്രത്യേകത എക്സാം ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഡോർസാലിസ് പെഡിസിന്റെയും ഇമ്പോർട്ടൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ ആണ് 2. പൾസിന്റെ ക്ലാസ് കണ്ടിട്ടില്ലാത്തവര് അത് കണ്ടു പഠിക്കുക. തൊട്ട് മുന്നേ പൾസിന്റെ ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ക്ലിയർ ആയിട്ട് നമ്മൾ ഈ 2 ആർട്ടറിയുടെയും എക്സാം ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ അല്ലേ? സോ അപ്പൊ 4 സൈറ്റ് ആണ്. കയ്യിൽ 2 എണ്ണം, കാലിൽ 2 സൈറ്റ്. ഏത് ആർട്ടറിയാണ് ഓസ്കൽറ്റേറ്റ് ചെയ്യേണ്ടതെന്ന് പഠിച്ചു. Then upper extremity already പറഞ്ഞു. Upper extremity apply dilated cuff over the brachial artery. It's a very important exam question. 1 inch or 2 to 3 centimeter above the antecubital fossa. ഈ antecubital fossa അറിയാലൊക്കെ. ഈ antecubital fossa യിൽ നിന്ന് 1 inch അല്ലെങ്കിൽ 2 to 3 centimeter above ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കഫ് ഓവർ ബ്രാക്കിയൽ ആർട്ടറി അപ്ലൈ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് മറ്റു രീതിയിൽ പറയാം, it is between acromion process, that is shoulder joint അല്ലെങ്കിൽ സ്കാപ്പുലയുടെ ഭാഗമായിട്ടുള്ള acromion process, അതുപോലെ എൽബോയുടെ പാർട്ടായിട്ടുള്ള ഒലിക്രാനോൺ പ്രോസസ്. ഇതിന് രണ്ടിനും മിഡ് ആയിട്ട് നടുക്കായിട്ടായിരിക്കണം കഫ് കെട്ടേണ്ടത് അപ്പർ എക്സ്ട്രീമിറ്റിയിലാണെങ്കിൽ. അതുപോലെ അടുത്ത വളരെ വളരെ ഇമ്പോർട്ടന്റ് എക്സാം ക്വസ്റ്റ്യൻ നോട്ട് ചെയ്യണം. The cuff should cover 80% അല്ലെങ്കിൽ 2/3 of the area from your elbow to your shoulder. Exam question. 2/3 of the area ഈ കഫ് കവർ ചെയ്തിരിക്കണം. എക്സാം ക്വസ്റ്റ്യൻ 2/3 അല്ലെങ്കിൽ 80%. എക്സാം ക്വസ്റ്റ്യൻ 2/3 of the area from your elbow to your shoulder കവർ ചെയ്തിരിക്കണം. ക്ലിയർ ആണോ? ലോവർ എക്സ്ട്രീമിറ്റിയിലാണെങ്കിൽ അപ്ലൈ കഫ് ജസ്റ്റ് അബോവ് ദ നീ ഓവർ ദി പോപ്ലേറ്റിയൽ ഫോസ. ആർട്ടറി എന്ന് പറയുന്നത് പോപ്ലേറ്റിയൽ ആർട്ടറി ആണ് ഓസ്കൽറ്റേറ്റ് ചെയ്യേണ്ടത്. ക്ലിയർ അല്ലേ? ഈ ഓരോ ആർട്ടറിയെ കുറിച്ച് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് പൾസിൽ. Then അടുത്ത വളരെ വളരെ ഇമ്പോർട്ടന്റ് 2 ഇമ്പോർട്ടന്റ് റിപ്പീറ്റഡ് എക്സാം ക്വസ്റ്റ്യൻ ആണ് ബി പി കഫിന്റെ സൈസ്. ബി പി കഫിന്റെ സൈസ് എന്ന് പറയുന്നത് width of the cuff should be 40% of the arm circumference. Previous exam question. Width of the cuff should be 40% of the arm circumference ന്റെ 40% ഉണ്ട് width. Length of the cuff should be 80% of the arm circumference. രണ്ടും പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ നോട്ട് ചെയ്യണം. width of the cuff എന്ന് പറയുന്നത് ആം സർക്കംഫറൻസിന്റെ 40% ആയിരിക്കണം. ലെങ്ത് ഓഫ് ദ കഫ് ഷുഡ് ബി 80% of the
ആം സർക്കംഫറൻസ്. ക്ലിയർ? 2 ക്വസ്റ്റ്യൻസ് നോട്ട് ചെയ്യുക, രണ്ടും പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ. അടുത്ത വളരെ ഇമ്പോർട്ടന്റ് എക്സാം ക്വസ്റ്റ്യൻ, കൊറട്കോഫ് സൗണ്ട്. എന്താണ് കൊറട്കോഫ് സൗണ്ട്? കൊറട്കോഫ് സൗണ്ട് എന്ന് പറയുന്നത്, നമ്മൾ ബി പി എങ്ങനെയാണ് ബി പി എടുക്കുന്നത്? നമ്മൾ ബി പി കഫ് കെട്ടി നമ്മൾ എയർ ഇൻഫ്ലേറ്റ് ചെയ്യും അല്ലെ? നമ്മൾ സിസ്റ്റോൾ ബി പിയെക്കാളും നമ്മൾ കുറച്ചുകൂടി മുകളിൽ എയർ ഇൻഫ്ലേറ്റ് ചെയ്യും. ദെൻ എന്ത് ചെയ്യും? ഓസ്കൽറ്റേറ്റ് ചെയ്യും, ബ്രാക്കിൽ ഓസ്കൽറ്റേറ്റ് ചെയ്യും. ഓസ്കൽറ്റേറ്റ് ചെയ്യുമ്പോൾ ആദ്യം സൈലൻസ് ആയിരിക്കും അല്ലെ? സിസ്റ്റോൾ ബി പി ആകുമ്പോൾ കുറച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ സൈലൻസ് ആയിരിക്കും. ദെൻ കുറച്ചൊരു പോയിന്റിൽ എത്തുമ്പോഴേക്കും നമുക്ക് ഹാർട്ട് ബീറ്റ് ചെയ്യുന്ന, ബ്ലഡ് ഫ്ലോ ചെയ്യുന്ന അല്ലെങ്കിൽ ബ്ലഡ് പൾസേറ്റ് ചെയ്യുന്ന സൗണ്ട് നമുക്ക് ഓസ്കൽറ്റേറ്റ് ചെയ്യാൻ പറ്റും അല്ലെ? ബ്രേക്കിയൽ ആർട്ടറിയിൽ ഒരു സൗണ്ട്, ഹാർട്ട് ബീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ബ്ലഡ് പൾസേറ്റ് ചെയ്യുന്ന സൗണ്ട് നമുക്ക് കേട്ടു തുടങ്ങും. അതിന് പറയുന്ന പേര്, ആ സൗണ്ടിന് പറയുന്ന, ബ്ലഡ് ഫ്ലോ ചെയ്യുന്ന സൗണ്ട് പറയുന്ന പേരാണ്, ബ്ലഡ് പൾസേറ്റ് ചെയ്യുന്ന സൗണ്ടിന് പറയുന്ന പേരാണ് കൊറട്കോഫ് സൗണ്ട്. The sound heard using stethoscope as the blood pulsates through the vessel when the air is released from the BP cuff. ആ കേട്ടു തുടങ്ങുന്ന സൗണ്ട്, ആ സൗണ്ടിനാണ് കൊറട്കോഫ് സൗണ്ട് എന്ന് പറയുന്നത്. കൊറട്കോഫ് സൗണ്ടിന് ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് എക്സാം ക്വസ്റ്റ്യൻസ് ഉണ്ട്. 5 ഫേസുകളുണ്ട്, 5 ഫേസുകൾ. സോ ഈ സൗണ്ട് കേട്ട് തുടങ്ങുന്ന ഫേസിനെ നമ്മൾ വിളിക്കും ഫേസ് 1. ക്ലിയർ ആണോ? സോ ഈ ഫേസ് 1 ആദ്യ സൗണ്ടിനെയാണ്, അല്ലെങ്കിൽ ഫസ്റ്റ് കൊറട്കോഫ് സൗണ്ടിനെയാണ് നമ്മൾ സിസ്റ്റോളിക് ബി പി ആയിട്ട് ഡോക്യുമെന്റ് ചെയ്യുന്നത്. പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ. സോ ഡോക്യുമെന്റ് ദ ഫസ്റ്റ് കൊറട്കോഫ് സൗണ്ട് അറ്റ് ഫേസ് 1 ഈസ് ദ സിസ്റ്റോളിക് ബി പി. പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ. അതിനുശേഷം സൗണ്ടിൽ ചേഞ്ച് വരും അല്ലെ? ഫേസ് 2 ആകുമ്പോൾ സോഫ്റ്റ് സ്വിഷിംഗ് സൗണ്ട് കേൾക്കാം. ദെൻ അത് ഫേസ് 3 എന്ന് പറയുന്നത് ഒരു ക്രിസ്പ് സൗണ്ട് കേൾക്കും. ഫേസ് 4 എന്ന് പറയുന്നത് ഒരു ബ്ലോയിങ് സൗണ്ട് ആയിരിക്കും. ക്ലിയർ ആണോ? ഫേസ് 5 എത്തുമ്പോഴേക്കും സൗണ്ട് പിന്നെ ആബ്സെന്റ് ആകും അല്ലെ? സോ ഈ ഫേസ് 5 ബിഗിനിങ് ഓഫ് ദ 5th കൊറട്കോഫ് സൗണ്ട് അറ്റ് ഫേസ് 5, അതിനെയാണ് നമ്മൾ ഡയസ്റ്റോളിക് ബി പി ആയിട്ട് ചാർട്ട് ചെയ്യുന്നത്. ബിഗിനിങ് ഓഫ് ദ 5th കൊറട്കോഫ് സൗണ്ട് അറ്റ് ഫേസ് 5. സോ ഫേസ് 5 എന്ന് പറയുന്നത് സൈലൻസ് ആണല്ലേ, പിന്നെ സൗണ്ട് കേൾക്കാൻ പറ്റില്ല. സോ ആ 5th ഫേസിലെ 5th കൊറട്കോഫ് സൗണ്ട് ആണ് നമ്മൾ ഡയസ്റ്റോളിക് ബി പി ആയിട്ട് നോട്ട് ചെയ്യുന്നത്. പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ. അപ്പൊ 5 ഫേസ് ഉണ്ട്. ഫസ്റ്റ് ഫേസിലെ ഫസ്റ്റ് സൗണ്ടിനെ നമ്മൾ സിസ്റ്റോളിക് ബി പി ആയിട്ട് ഡിനോട്ട് ചെയ്യും. 5th ഫേസിലെ 5th സൗണ്ട് നമ്മൾ ഡയസ്റ്റോളിക് ബി പി ആയിട്ട് ചാർട്ട് ചെയ്യും. രണ്ടും പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ നോട്ട് ചെയ്യണം. ഓക്കെ. ദെൻ ബ്ലഡ് പ്രഷർ കഫിന്റെ വിഡ്ത്തും ബ്ലഡ് പ്രഷർ കഫിന്റെ ലെങ്തും ഓരോ ഏജ് ഗ്രൂപ്പിലും യൂസ് ചെയ്യുന്നത് ഏതാണ്? എക്സാം ക്വസ്റ്റ്യൻ ആണ്. സോ ന്യൂ ബോണിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് കഫിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ, ലെങ്ത് എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ. ഇൻഫന്റ് ആണെങ്കിൽ കഫ് വിഡ്ത്ത് 5 സെന്റിമീറ്റർ, ലെങ്ത് എന്ന് പറയുന്നത് 15 സെന്റിമീറ്റർ. അഡൽറ്റിലാണെങ്കിൽ കഫ് വിഡ്ത്ത് എന്ന് പറയുന്നത് 13 സെന്റിമീറ്റർ, കഫ് ലെങ്ത് എന്ന് പറയുന്നത് 30 സെന്റിമീറ്റർ. ഇനി അഡൽറ്റ് ഹൈ അല്ലെങ്കിൽ ഒബീസ് പേഷ്യന്റ് ഒക്കെ ആണെങ്കിൽ കഫ് വിഡ്ത്ത് ഇൻ സെന്റിമീറ്റർ എന്ന് പറയുന്നത് 20 സെന്റിമീറ്റർ ആണ്. കഫ് ലെങ്ത് എന്ന് പറയുന്നത് 40 സെന്റിമീറ്റർ. ഇത്രയൊന്നും അറിഞ്ഞു വെക്കുക, എക്സാം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ. ദെൻ നോർമൽ ബി പി റേഞ്ച്. ബി പി എന്ന് പറയുന്നത് നമുക്കറിയാം, ഏജ് കൂടുന്തോറും ബി പി കൂടിക്കൊണ്ടേയിരിക്കും അല്ലെ? ന്യൂ ബോണിൽ ഏറ്റവും കുറവായിരിക്കും, ദെൻ പ്രായം കൂടുന്നതനുസരിച്ച് കൂടിക്കൊണ്ടേയിരിക്കും. സോ ന്യൂ ബോൺ ബ്ലഡ് പ്രഷർ ഈസ് 70/50 mm of Hg. 1 to 3 years ആകുമ്പോൾ അത് 90/55 mm of Hg ആകും. 10 years ആകുമ്പോൾ 100/60 mm of Hg. ന്യൂ ബോണിന്റെ എക്സാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. Then adult previous exam question normal value is 120/80 mm of Hg. Then 50 years ആകുമ്പോൾ 140/85 mm of Hg. 70 years ആകുമ്പോൾ it is 160/90 mm of Hg ആയിട്ട് ഇൻക്രീസ് ചെയ്യും. Then 80 years ആകുമ്പോൾ 180/95 mm Hg ആയിട്ട് മാറും. സോ ഓർത്ത് വെക്കുക, ന്യൂ ബോണും അഡൽറ്റും പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ ആണ്. നോർമലി ബി പി പ്രായം കൂടുന്നതനുസരിച്ച് ബി പി കൂടിക്കൊണ്ടേയിരിക്കും കേട്ടോ. ഇത്രയും കാര്യങ്ങളും ഓർത്ത് വെക്കുക. അടുത്തിലേക്ക് പോവാം. ദെൻ അപ് നോർമൽ ബി പി. സോ ബി പിയിൽ വരുന്ന വേരിയേഷൻസ് ഉണ്ടാകുന്ന കണ്ടീഷനുകളാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. സോ ഫസ്റ്റ് വൺ, ഹൈപ്പോ ടെൻഷൻ. ഹൈപ്പോ ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഹൈപ്പോ മീൻസ് കുറവാണ് അല്ലെ? സോ ഹൈപ്പോ ടെൻഷൻ എന്ന് പറഞ്ഞാൽ ബി പി ലെസ് ദാൻ 90/60 mm of Hg. 90 bar ലെസ് ദാൻ 90 bar mm of Hg ആകുമ്പോൾ നമ്മൾ അതിനെ
ഹൈപ്പോടെൻഷൻ എന്ന് വിളിക്കുന്നത്. അടുത്ത വളരെ വളരെ ഇമ്പോർട്ടന്റ് എക്സാം ക്വസ്റ്റ്യൻ, റിപ്പീറ്റഡ് എക്സാം ക്വസ്റ്റ്യൻ, കേരള PSC ക്വസ്റ്റ്യൻ. ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പോടെൻഷൻ അല്ലെങ്കിൽ പോസ്റ്ററൽ ഹൈപ്പോടെൻഷൻ, ഇത് രണ്ട് രീതിയിൽ പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഡെഫിനിഷൻ തന്നെ പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പോടെൻഷൻ മറ്റൊരു പേര് പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പോടെൻഷൻ അല്ലെങ്കിൽ പോസ്റ്ററൽ ഹൈപ്പോടെൻഷൻ എക്സാം ക്വസ്റ്റ്യൻ. സോ എന്താ പോസ്റ്ററൽ ഹൈപ്പോടെൻഷൻ അല്ലെങ്കിൽ ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പോടെൻഷൻ? വളരെ ഇമ്പോർട്ടന്റ് എക്സാം ക്വസ്റ്റ്യൻ ആണ്. എന്താണിത്? നോർമലി ഒരു വ്യക്തി പ്രത്യേകിച്ചും രാവിലെ ഉറക്കമൊക്കെ കിടന്ന് സുപ്പൈൻ പൊസിഷനിൽ കിടന്നിട്ട് പെട്ടെന്ന് എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒത്തിരി സമയം കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്നിട്ട് പെട്ടെന്ന് എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു സഡൻ ഫോൾ ഇൻ BP ഉണ്ടാകും. BP പെട്ടെന്ന് കുറയും. ക്ലിയർ ആണോ? സോ സിറ്റിംഗ് ഓർ സുപ്പൈൻ പൊസിഷനിൽ നിന്ന് അപ്രൈറ്റ് പൊസിഷനിലേക്ക് പൊസിഷൻ മാറുമ്പോൾ പെട്ടെന്ന് BP എന്ത് ചെയ്യും? സഡൻ ആയിട്ട് ഫോൾ ചെയ്യും. ആ കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പോടെൻഷൻ അല്ലെങ്കിൽ പോസ്റ്ററൽ ഹൈപ്പോടെൻഷൻ. ഒരു ക്രൈറ്റീരിയ കൂടെ ഓർത്തു വേണം. ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പോടെൻഷൻ ആണെങ്കിൽ സിസ്റ്റോളിക് BP എന്ന് പറയുന്നത് 20 mm of Hg എങ്കിലും കുറയണം. അതുപോലെ ഡയസ്റ്റോളിക് BP എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ 10 mm of Hg എങ്കിലും കുറയണം വിത്തിൻ 3 minutes ഓഫ് സ്റ്റാൻഡിങ്. സോ ഓപ്പറേറ്റ് പൊസിഷനിൽ വന്ന് 3 മിനിറ്റിനുള്ളിൽ സിസ്റ്റോളിക് BP 20 mm of Hg എങ്കിലും കുറയണം, അല്ലെങ്കിൽ ഡയസ്റ്റോളിക് BP 10 mm of Hg എങ്കിലും കുറയണം. എങ്കിലാണ് നമ്മൾ അതിന് ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പോടെൻഷൻ അല്ലെങ്കിൽ പോസ്റ്ററൽ ഹൈപ്പോടെൻഷൻ എന്ന് വിളിക്കുകയുള്ളൂ. ക്ലിയർ അല്ലേ? സോ എക്സാം ക്വസ്റ്റ്യൻ, വളരെ ഇമ്പോർട്ടന്റ് എക്സാം ക്വസ്റ്റ്യൻ, നോട്ട് ചെയ്യുക. മൂന്നാമത് ഹൈപ്പർ ടെൻഷൻ. സോ ഹൈപ്പർ ടെൻഷൻ നിങ്ങൾ വളരെ ഫെമിലിയർ ആയിട്ടുള്ള കണ്ടീഷൻ ആണ്. ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞാൽ ബ്ലഡ് പ്രഷർ അബവ് 140/90 mm of mercury is called hypertension. ഹൈപ്പർ ടെൻഷൻ റിലേറ്റഡ് വളരെ ഇമ്പോർട്ടന്റ് എക്സാം ക്വസ്റ്റ്യൻ പഠിക്കണം. ഇതിന്റെ സ്റ്റേജസും ക്ലിയർ ആയിട്ട് അറിയണം കേട്ടോ. സോ ക്ലാസിഫിക്കേഷൻ ഓഫ് ബ്ലഡ് പ്രഷർ ഫോർ അഡൽട്ട് അക്കോർഡിംഗ് ടു അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ. അമേരിക്കൻ ഹാർട്ട് അസോസിയേഷന്റെ ക്രൈറ്റീരിയ അനുസരിച്ച് ഹൈപ്പർ ടെൻഷൻ നമുക്ക് 4 സ്റ്റേജ് ആയിട്ട് തിരിക്കാം. പ്രീ ഹൈപ്പർ ടെൻഷൻ, ബ്ലഡ് പ്രഷർ, ഹൈ ബ്ലഡ് പ്രഷർ, ദാറ്റ് ഈസ് സ്റ്റേജ് 1 ഹൈപ്പർ ടെൻഷൻ, സ്റ്റേജ് 2 ഹൈപ്പർ ടെൻഷൻ ആൻഡ് ഹൈപ്പർ ടെൻസീവ് ക്രൈസിസ്. ഇങ്ങനെ 4 സ്റ്റേജ് ആയിട്ട് തിരിക്കാം. സോ നോർമൽ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 120 ആണ് സിസ്റ്റോളിക് BP, ഡയസ്റ്റോളിക് BP ലെസ് ദാൻ 180 ആണ്. Then first one, pre hypertension, previous exam question. Pre hypertension എന്ന് പറയണമെങ്കിൽ സിസ്റ്റോളിക് BP is between 120 to 139 mm of Hg or diastolic BP is between 80 to 89 mm of Hg. That is pre hypertension stage. Second stage is high blood pressure, like stage 1 hypertension. Stage 1 hypertension എന്ന് പറയണമെങ്കിൽ സിസ്റ്റോളിക് BP എന്ന് പറയുന്നത് റേഞ്ച് എന്ന് പറയുന്നത് 140 to 159 mm of Hg or diastolic BP is 90 to 99 mm of Hg. Previous exam question, stage 1 systolic is 140 to 159 and diastolic is 90 to 99 mm of Hg. Then stage 2 എന്ന് പറയുന്നത് systolic BP above 160 or higher, അല്ലെങ്കിൽ 160 to 179 വരെ നമുക്ക് പറയാം. ഡയസ്റ്റോളിക് BP എന്ന് പറയുന്നത് 100 above 100 to 109 വരെയാണ് നമ്മൾ ഹൈ ബ്ലഡ് പ്രഷർ സ്റ്റേജ് 2 എന്ന് പറയുന്നത്. മൂന്നാമത്തെ സ്റ്റേജ് ഹൈപ്പർടെൻസീവ് ക്രൈസിസ്, അത് വളരെ എമർജൻസി കെയർ വേണ്ട സ്റ്റേജ് ആണ്. സോ ഹൈപ്പർടെൻസീവ് ക്രൈസിസ് എന്ന് പറയണമെങ്കിൽ സിസ്റ്റോളിക് BP ഹയർ ദാൻ 180 mm of Hg ആയിരിക്കണം. ഡയസ്റ്റോളിക് BP അല്ലെങ്കിൽ 110 mm of Hg പോകുമ്പോഴാണ് നമ്മൾ ഹൈപ്പർടെൻസീവ് ക്രൈസിസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? സോ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കണം. സ്റ്റേജസ് ഓഫ് ബ്ലഡ് പ്രഷർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിലെ ഓരോ BPയും തന്നിട്ട് സ്റ്റേജ് ഏതാണെന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ നോട്ട് ചെയ്യുക കേട്ടോ. ദെൻ ഷോക്ക്. നമ്മൾ പേഷ്യന്റ് ഷോക്കിൽ പോയി എന്നൊക്കെ പറയാറുണ്ട്. എന്താ ഷോക്ക് എന്ന് പറഞ്ഞാൽ? സോ ഷോക്ക് എന്ന് പറയുന്നത് ബ്ലഡ് പ്രഷർ സിസ്റ്റോളിക് BP ലെസ് ദാൻ 70 mm of Hg ആൻഡ് ഡയസ്റ്റോളിക് BP ലെസ് ദാൻ 40 mm of Hg ആകുമ്പോൾ നമ്മൾ അതിനെ ഷോക്ക് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? സോ ബ്ലഡ് പ്രഷർ ഷോക്ക് എന്ന് പറഞ്ഞാൽ സിസ്റ്റോളിക് BP ലെസ് ദാൻ 70 mm of Hg ആൻഡ് ഡയസ്റ്റോളിക് BP ലെസ് ദാൻ 40 mm of Hg. സോ ഇപ്പൊ റീസെന്റ് ആയിട്ട് നടക്കുന്ന എക്സാമുകളിലേക്ക് ഇപ്പൊ അടുപ്പിച്ച് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു എക്സാം പോയിന്റ് ആണ് BP ടേക്കിംഗ് എറേഴ്സ്. നമ്മൾ BP എടുക്കുമ്പോൾ എന്തൊക്കെ എററുകളാണ് ഉണ്ടാകാൻ സാധ്യത? ഇതിൽ നിന്ന് ശ്രീജിത്ത് എക്സാം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, RCC എക്സാം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, സെൻട്രൽ ഗവൺമെന്റ് എക്സാം ക്വസ്റ്റ്യൻ, MSc എൻട്രൻസ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്.
സോ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്തൊക്കെ എററുകളാണ് നമ്മൾ ബി പി എടുക്കുമ്പോൾ സംഭവിക്കാവുന്നത്? സോ ഫസ്റ്റ് വൺ, കഫ് ടു സ്മാൾ ഓർ നാരോ. ചെറിയ കഫ്, നമ്മൾ അനുയോജ്യമായിട്ടുള്ള കഫ് അല്ല, അതിലും ചെറിയ കഫാണ് അല്ലെങ്കിൽ നാരോ കഫാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഫാൾസ്ലി ഹൈ ബി പി റീഡിംഗ് കിട്ടാം. ഫാൾസ്ലി ഹൈ ബി പി ആയിരിക്കും റീഡിംഗ് ആയിരിക്കും കിട്ടുന്നത്. എക്സാം ക്വസ്റ്റ്യൻ. ഇനി കഫ് ടു ലാർജ് ഓർ വൈഡ് കഫ്, ലാർജ് ആണ് അല്ലെങ്കിൽ വൈഡ് വിട്ട് കൂടിയതാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ഫാൾസ്ലി ലോ ബി പി റീഡിംഗ് ആയിരിക്കും കിട്ടുക. പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ ആണ്. ഇനി കഫ് ടു ലൂസ് ആയിട്ടാണ് നമ്മൾ കിട്ടുന്നതെങ്കിൽ ഫാൾസ്ലി ഹൈ ബി പി റീഡിംഗ് ആയിരിക്കും കിട്ടുക. ഇത് പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ ആണ്, നോട്ട് ചെയ്യുക. കഫ് ടു ലൂസ്ലി ആണ് നമ്മൾ ട്രൈ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഫാൾസ്ലി ഹൈ ബി പി റീഡിംഗ് ആയിരിക്കും കിട്ടുക. ഇനി ആം ബിലോ ഹാർട്ട് ലെവൽ ആണെങ്കിൽ ഫാൾസ്ലി ഹൈ ബി പി റീഡിംഗ് കിട്ടും. ആം എബോവ് ഹാർട്ട് ലെവൽ ആണ്, നമ്മൾ പറഞ്ഞു ആം എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി അറ്റ് ദ ഹാർട്ടിന്റെ ലെവലിലായിരിക്കണം. ഇനി ഹാർട്ടിന്റെ ലെവലിന് ബിലോ ആണ് നമ്മൾ വെച്ചിട്ടാണ് നമ്മൾ ബി പി എടുക്കുന്നതെങ്കിൽ ഫാൾസ്ലി ഹൈ ബി പി റീഡിംഗ് ആയിരിക്കും കിട്ടുക. ഹാർട്ടിന് എബോവ് ആണ് നമ്മൾ വെക്കുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഫാൾസ്ലി ലോ ബി പി റീഡിംഗ് ആയിരിക്കും. സോ ഇതൊക്കെയാണ് നമുക്ക് ബി പി എടുക്കുമ്പോൾ വരാവുന്ന എററുകൾ എന്ന് പറയുന്ന പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ ആണ്, നോട്ട് ചെയ്യുക. പഠിച്ചു കഴിഞ്ഞോ? ഓക്കെ, ഇത്രയും കാര്യങ്ങൾ. ടു കഫ് ടു സ്മോൾ ഓർ നാരോ ഫാൾസ്ലി ഹൈ ബി പി, കഫ് ടു ലാർജ് ഓർ ബിറ്റ് വൈഡ് ഫാൾസ്ലി ലോ ബി പി, കഫ് ടു ലൂസ് ആയിട്ടാണ് ട്രൈ ചെയ്യുന്നതെങ്കിൽ ഫാൾസ്ലി ഹൈ ബി പി, ആം ബിലോ ഹാർട്ട് ലെവൽ ആണെങ്കിൽ ഫാൾസ്ലി ഹൈ ബി പി, ആം എബോവ് ഹാർട്ട് ലെവൽ ആണെങ്കിൽ ഫാൾസ്ലി ലോ ബി പി ആയിരിക്കും കിട്ടുക. Then some important exam points. നമ്മൾ ബി പി എടുക്കാനായിട്ട് അപ്രോപ്രിയേറ്റ് സൈസ് കഫ് ആയിരിക്കണം സെലക്ട് ചെയ്യേണ്ടത്. അതുപോലെ സ്മോക്കിംഗ്, അതുപോലെ എക്സർസൈസ് ഒക്കെ കഴിഞ്ഞ വ്യക്തിയാണെങ്കിൽ നമ്മൾ ആഫ്റ്റർ 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ടേ നമ്മൾ ബി പി ചെക്ക് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഫാൾസ്ലി ഹൈ റീഡിംഗ് ആയിരിക്കും കിട്ടുക. സ്മോക്കിംഗ് അതുപോലെ എക്സർസൈസ് ഒക്കെ ചെയ്ത വ്യക്തിയാണെങ്കിൽ നമ്മൾ അരമണിക്കൂർ കഴിഞ്ഞ് ബി പി നോക്കാം, അല്ലെങ്കിൽ ഫാൾസ്ലി ഹൈ ബി പി ആയിരിക്കും കാണിക്കുക. അതുപോലെ തന്നെ റീഡ് ദ റീഡിംഗ് ബൈ കീപ്പിംഗ് ദ മെർക്കുറി ലെവൽ അറ്റ് ദ ഐ ലെവൽ. നമ്മൾ റീഡിംഗ് ഐ ലെവലിൽ വെച്ചിട്ട് മാത്രമേ നോക്കാവൂ മെർക്കുറി ലെവൽ, അല്ലെങ്കിൽ നമുക്ക് എറർ വരാം. റിപ്പീറ്റഡ് എക്സാം ക്വസ്റ്റ്യൻ ആണ്, നോട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ ക്ലയന്റിന്റെ ആം എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി അറ്റ് ദ ഹാർട്ട് ലെവൽ. എബോവ് ആകാൻ പാടില്ല, ബിലോ ആകാൻ പാടില്ല, എന്നാൽ ഫാൾസ് റീഡിംഗ് ആയിരിക്കും വരിക. Then അടുത്ത ഇമ്പോർട്ടന്റ് എക്സാം ക്വസ്റ്റ്യൻ, ബി പി ഷുഡ് നോട്ട് ബി ടേക്കൺ ഇൻ ദ ആം ഇൻ വിച്ച് IV ഇൻഫ്യൂഷൻ ഈസ് ഫ്ലോയിങ്. IV ഫ്ലൂയിഡ് പോകുന്നുണ്ടെങ്കിൽ ആ കയ്യിൽ നമ്മൾ ബി പി എടുക്കാൻ പാടില്ല. ദെൻ ഒരു കാര്യം കൂടി അറിഞ്ഞിരിക്കണം, നമ്മൾ കാലിലാണ് തൈയിലാണ് ബി പി എടുക്കുന്നതെങ്കിൽ നമ്മുടെ നോർമൽ സിസ്റ്റോളിക് ബി പിയെക്കാളും ഒരു 10 to 40 mmHg ഹയർ വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുക. സിസ്റ്റോളിക് ബി പിയുടെ കാര്യമാണ് പറയുന്നത്. സിസ്റ്റോളിക് ബി പി നമ്മൾ കാലിൽ നോക്കുമ്പോൾ കയ്യിൽ കിട്ടുന്നതിനേക്കാൾ ഒരു 10 to 40 mmHg കൂടുതലായിട്ടായിരിക്കും കിട്ടുക. എന്നാൽ ഡയസ്റ്റോളിക് ബി പി കയ്യിലും കാലിലും സെയിം ആയിരിക്കും കിട്ടുക. സോ ഈ രണ്ട് കാര്യങ്ങൾ ഓർത്ത് വെക്കണം. സിസ്റ്റോളിക് ബി പി 10 to 40 mmHg ഹൈ ആയിരിക്കും കാലിൽ നോക്കിയാൽ കിട്ടുക, എന്നാൽ കയ്യിലും കാലിലും ഡയസ്റ്റോളിക് ബി പി സെയിം റീഡിംഗ് ആയിരിക്കും കിട്ടുന്നത്. ക്ലിയർ ആണോ? ഓക്കെ. അടുത്ത വളരെ പ്രധാനപ്പെട്ട പ്രീവിയസ് എക്സാം കേരള PSC ക്വസ്റ്റ്യൻ ആണ്, റൂൾ ഓഫ് ഹാഫ്സ്. റൂൾ ഓഫ് ഹാഫ്സ് അപ്ലൈ ചെയ്യുന്നത് ഹൈപ്പർ ടെൻഷനിലാണ്. പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ ഹൈപ്പർ ടെൻഷൻ കേരള PSC ക്വസ്റ്റ്യൻ ആണ്. റൂൾ ഓഫ് ഹാഫ്സ് അപ്ലൈ ചെയ്യുന്നത് ഹൈപ്പർ ടെൻഷനാണ്. സോ ഇവിടെ പറയുന്നത് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്ന കണ്ടീഷൻ നമ്മുടെ ഐസ്ബർഗ് ഫിനോമിനൻ, നമ്മൾ കമ്മ്യൂണിറ്റി ഹെൽത്തിൽ പഠിക്കുന്നതാണ്. ഐസ്ബർഗ് ഫിനോമിനൻ എന്താണ്, ഐസ്ബർഗ് ഫിനോമിനൻ കാണിക്കുന്ന ഡിസീസസ് ഏതൊക്കെയാണെന്നൊക്കെ നമ്മൾ പഠിക്കുന്നതാണ് അല്ലെ. സോ ഐസ്ബർഗ് ഫിനോമിനൻ കാണിക്കുന്ന ഡിസീസ് ആണ് ഹൈപ്പർ ടെൻഷൻ. കാരണം നമുക്കറിയാം, ഒരു ഒഴുകി നടക്കുന്ന ഒരു മഞ്ഞുമലയുടെ വളരെ ചെറിയൊരു ഭാഗമേ നമുക്ക് മുകളിൽ കാണാൻ പറ്റും, അതിലും വലിയൊരു ഭാഗം വെള്ളത്തിനടിയിലുണ്ട്. അതുപോലെയാണ് ഹൈപ്പർ ടെൻഷൻ. നമുക്ക് വളരെ കുറച്ച് അതിന്റെ, അതായത് ഒരു 50% മാത്രമേ ഹൈപ്പർ ടെൻഷൻ ഉള്ളവരിൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാറുള്ളൂ, അല്ലെങ്കിൽ ഡയഗ്നോസ് ചെയ്യാറുള്ളൂ. അതിൽ തന്നെ ഈ ഡയഗ്നോസ് ചെയ്യുന്നതിന്റെ ഒരു 50% മാത്രമേ ട്രീറ്റ് ചെയ്യത്തുള്ളൂ. ഇനി അതിൽ തന്നെ 50% മാത്രമേ അഡിക്വേറ്റ്ലി കൺട്രോൾ ചെയ്യത്തുള്ളൂ. സോ ശരിക്കും പറഞ്ഞാൽ ഒരു 100 പേരെ എടുത്തു കഴിഞ്ഞാൽ അതിലൊരു 12.5% മാത്രമേ അഡിക്വേറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യുന്നുള്ളൂ. സോ അതിനെയാണ് ഈ റൂൾ ഓഫ് ഹാഫ്സ് എന്ന് പറയുന്നത്. ടോട്ടലിന്റെ 50% അല്ലെ ഹാഫേ നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നുള്ളൂ, ആ ഡയഗ്നോസിന്റെ ഹാഫേ ട്രീറ്റ് ചെയ്യുന്നുള്ളൂ, ട്രീറ്റ് ചെയ്യുന്നതിന്റെ ഹാഫ് എന്ത് ചെയ്യുന്നുള്ളൂ, അഡിക്വേറ്റ്ലി അത് കൺട്രോൾ ചെയ്യുന്നുള്ളൂ പ്രോപ്പറായിട്ട്. അങ്ങനെയാണ് റൂൾ ഓഫ് ഹാഫ്സ് എന്ന് പറയുന്നത്. സോ റൂൾ ഓഫ് ഹാഫ്സ് അപ്ലൈ ചെയ്യുന്നത് ഹൈപ്പർ ടെൻഷനിലാണ്, ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത രണ്ട് പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ ആണ്.
സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ചത് റെനെ ലെനക്കാണ്. അതുപോലെ സ്ഫിഗ്മോ മാനോഗ്രാഫ് അല്ലെങ്കിൽ BP അപ്പാരറ്റസ് കണ്ടുപിടിച്ചത് വോൺ ബാഷ് ആണ്. വോൺ ബാഷ് അല്ലെങ്കിൽ സാമുവൽ സിഗ്ഫ്രൈഡ് കാൾ റിറ്റർ വോൺ ബാഷ്. എക്സാം ക്വസ്റ്റ്യൻ ആണ്. റെനെ ലെനക്കാണ് സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ചത്. സ്ഫിഗ്മോ മാനോഗ്രാഫ് കണ്ടുപിടിച്ചത് സാമുവൽ സിഗ്ഫ്രൈഡ് കാൾ റിറ്റർ വോൺ ബാഷ്, അല്ലെങ്കിൽ വോൺ ബാഷ് എന്നെങ്കിലും ഓർത്താൽ മതി. ഓക്കെ, രണ്ടും എക്സാം ക്വസ്റ്റ്യൻ, മൂന്നും എക്സാം റൂൾ ഓഫ് ഹൗസും പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ ആണ്. ദെൻ ഷോക്ക് ഇൻഡെക്സ്. ഷോക്ക് ഇൻഡെക്സ് എന്ന് പറയും, നമ്മൾ ഹൈപ്പോവോളീമിയയിൽ പോയി പേഷ്യന്റ് ബ്ലഡ് പ്രഷർ കുറഞ്ഞ് ഷോക്കിലേക്ക് പോകും അല്ലെ. സോ അങ്ങനെ ഉണ്ടാകുമ്പോൾ അങ്ങനെ ഉണ്ടാകുന്നതിലെ മോർട്ടാലിറ്റി റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന മോർട്ടാലിറ്റി റേറ്റും അതുപോലെ തന്നെ അതിൽ നമ്മൾ ഫ്ലൂയിഡ് എത്രത്തോളം അഡ്മിനിസ്റ്റർ ചെയ്യണം അല്ലെങ്കിൽ ബ്ലഡ് പ്രോഡക്ട്സ് എത്രത്തോളം അഡ്മിനിസ്റ്റർ ചെയ്യണം എന്നതിന് മനസ്സിലാക്കുന്നതിന് യൂസ് ചെയ്യുന്ന ഒരു ഇൻഡെക്സ് ആണ് ഷോക്ക് ഇൻഡെക്സ് എന്ന് പറയുന്നത്. സോ ഷോക്ക് ഇൻഡെക്സ് കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ്. ഷോക്ക് ഇൻഡെക്സ് ഈസ് ഈക്വൽ ടു ഫോർമുല എന്ന് പറയുന്നത് ഹാർട്ട് റേറ്റ് ഡിവൈഡഡ് ബൈ സിസ്റ്റോളിക് BP ചെയ്താൽ മതി. ഹാർട്ട് റേറ്റ് ഡിവൈഡഡ് ബൈ സിസ്റ്റോളിക് BP. സോ അതനുസരിച്ച് നമുക്ക് 4 സ്റ്റേജ് ആയിട്ട് അല്ലെങ്കിൽ 4 ഗ്രേഡ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. നോ ഷോക്ക്, അതായത് ഷോക്കിലേക്ക് പോയിട്ടില്ല, ഹൈപ്പോവോളീമിയ ഉണ്ട് പക്ഷെ പേഷ്യന്റ് ഷോക്കിലേക്ക് പോയിട്ടില്ല. ദെൻ മൈൽഡ് ഷോക്ക്, മോഡറേറ്റ് ഷോക്ക് ആൻഡ് സിവിയർ ഷോക്ക്. സോ നോ ഷോക്ക് ആണെങ്കിൽ ഷോക്ക് ഇൻഡെക്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ 0.6 ആയിരിക്കും. ഇവിടെ മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത് 10.9% മാത്രമേ ഉള്ളൂ. സോ ബ്ലഡ് പ്രോഡക്റ്റ് നമ്മൾ ഇൻഫ്യൂസ് ചെയ്യേണ്ടി വരിക ഒരു 1 യൂണിറ്റ് മതി. ഇനി മൈൽഡ് ഷോക്ക് ആണെങ്കിൽ ഷോക്ക് ഇൻഡെക്സ് ഈസ് ഇൻ ബിറ്റ്വീൻ 0.6 to 1 വരെയാണ്, ലെസ് ദാൻ 1. ദെൻ ബ്ലഡ് പ്രോഡക്ട്സ് എന്ന് പറയുന്നത് 2.8 യൂണിറ്റ്സ്. ദെൻ ഷോക്ക് മോഡറേറ്റ് ഷോക്ക് എന്ന് പറയുന്നത് 1 to 1.4. ദെൻ ബ്ലഡ് പ്രോഡക്ട്സ് 9.9. ദെൻ സിവിയർ ഷോക്ക് ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ 1.4 ആയിരിക്കും ഇൻഡെക്സ് എന്ന് പറയുന്നത്, ഷോക്ക് ഇൻഡെക്സ്. സോ അവിടെ മോർട്ടാൽ റേറ്റ് എന്ന് പറയുന്നത് 39.8%. സോ നോ ഷോക്കിൽ നിന്ന് സിവിയർ ഷോക്കിലേക്ക് എത്തും, അത് കൂടി 39.8% മോർട്ടാലിറ്റിയിലേക്ക് എത്തും. സോ അവിടെ 21.4 യൂണിറ്റ്സ് ബ്ലഡ് പ്രോഡക്ട്സ് എന്ത് ചെയ്യണം, നമ്മൾ ഇൻഫ്യൂസ് ചെയ്യേണ്ടി വരും. സോ ഈ എത്രത്തോളം ബ്ലഡ് പ്രോഡക്ട്സ് ഇൻഫ്യൂസ് ചെയ്യണമെന്നും അതുപോലെ എത്രത്തോളം മോർട്ടാൽ റേറ്റ് ഉണ്ടാകുമെന്നതിന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ഷോക്ക് ഇൻഡെക്സ്. സോ ഷോക്ക് ഇൻഡെക്സ് ഫോർമുല ഹാർട്ട് റേറ്റ് ഡിവൈഡഡ് ബൈ സിസ്റ്റോളിക് BP. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഇത് എക്സാം ക്വസ്റ്റ്യൻ ചോദിച്ചുള്ളതാണ് ഷോക്ക് ഇൻഡെക്സ് കേട്ടോ. സോ ഇത്രയും കാര്യങ്ങളാണ് BP-യിൽ നിന്ന് എക്സാമിന് ചോദിക്കാവുന്ന, എക്സാം പോയിന്റ് മാക്സിമം കവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ഒരു 18ഓളം പ്രീവിയസ് എക്സാം ചോദ്യങ്ങളാണ് കേട്ടോ. സോ ഒന്ന് റിവ്യൂ ചെയ്ത് നോക്കിയേ എന്തൊക്കെയാണ് നമ്മളൊന്ന് പഠിച്ചതെന്നുള്ളത്. സോ എന്താണ് ബ്ലഡ് പ്രഷർ, സിസ്റ്റോളിക് BP എന്താണ്, ഡയസ്റ്റോളിക് BP എന്താണ്, നോർമൽ വാല്യൂസ്, BPയുടെ ഫോർമുല, ബ്ലഡ് പ്രഷർ പൾസ് പ്രഷർ എന്താണ്, നോർമൽ പൾസ് പ്രഷർ എന്താണ്, സിസ്റ്റോളിക് ഡയസ്റ്റോളിക് ആൻഡ് പൾസ് പ്രഷറിന്റെ റേഷ്യോ 3:2:1 ആണ്. മീൻ ആർട്ടിൽ ബ്ലഡ് പ്രഷറിന്റെ ഫോർമുലാസ് 2 എണ്ണം. മീൻ ആർട്ട് പീരിയഡ് ബ്ലഡ് പ്രഷർ നോർമൽ വാല്യൂസ് 93 mm of Hg. ദെൻ ബ്ലഡ് പ്രഷർ റിലേറ്റഡ് എക്സാം പോയിന്റുകൾ, സൈറ്റ്സ് ഓഫ് ടേക്കിംഗ് BP, ദെൻ അപ്പർ എക്സ്ട്രീമിറ്റീസ് ലോവർ എക്സ്ട്രീമിറ്റീസ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. BP കഫിന്റെ സൈസ് വിഡ്ത്ത് എന്ന് പറയുന്നത് 40% ആയിരിക്കണം. ആം സർക്കംഫറൻസിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ആം സർക്കംഫറൻസിന്റെ 80% ആയിരിക്കണം. ദെൻ കൊറട്ട്കോഫ് സൗണ്ട് അതിന്റെ 5 ഫേസസ്, സിസ്റ്റോളിക് BP ഏതാണ്, ഡയസ്റ്റോളിക് BP ഏത് കൊറട്ട്കോഫ് സൗണ്ട് ആണ് ചാർട്ട് ചെയ്യുന്നത്. ദെൻ ബ്ലഡ് പ്രഷർ നോക്കാനായിട്ട് നമ്മൾ ഓരോ ഏജ് ഗ്രൂപ്പിൽ ഉപയോഗിക്കുന്ന കഫിന്റെ വിഡ്ത്തും ലെങ്തും നമ്മൾ പഠിച്ചു. നോർമൽ BP റേഞ്ച് നമ്മൾ പഠിച്ചു ഓരോ ഏജ് ഗ്രൂപ്പിലും. Then abnormal BP, hypotension, orthostatic hypotension like postural hypotension, then hypertension, stages of hypertension, shock, BP taking errors, then final exam for exam point, rule of halves, stethoscope കണ്ടുപിടിച്ച റെനെ ലെനക്, സ്ഫിഗ്മോമാനോമീറ്റർ മാനോഗ്രാഫ് കണ്ടുപിടിച്ചത് വോൺ ബാഷ്, then shock index. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എക്സാം പോയിന്റുകൾ കൃത്യമായിട്ട് പഠിച്ചത്. ഇതിനപ്പുറത്തേക്ക് ഒരു ക്വസ്റ്റ്യൻസും വരത്തില്ല ഇതിനകത്തുനിന്ന്. നിങ്ങൾ ധൈര്യമായിട്ട് ഇത് പഠിച്ചാൽ മതി. നന്നായിട്ട് റിവിഷൻ ചെയ്യുക. ദെൻ ക്വസ്റ്റ്യൻസും കൂടെ വർക്ക്ഔട്ട് ചെയ്യാം കേട്ടോ. പോവാം. കഴിഞ്ഞ എക്സാമുകളിലെല്ലാം നിങ്ങൾ വളരെ നന്നായിട്ട് ആക്റ്റീവായിട്ട് അറ്റൻഡ് ചെയ്തു. ധാരാളം പേര് കമന്റിൽ നിങ്ങൾ ഫുൾ മാർക്ക് കഴിഞ്ഞ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലെല്ലാം നിങ്ങൾ സ്കോർ ചെയ്തതായിട്ട് പറയും. സോ ഇതിലും നിങ്ങൾ ആൻസർ ചെയ്യണം. ഫുൾ മാർക്ക് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കമന്റ് ചെയ്യണം, നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടി. ഓക്കെ, അപ്പൊ നന്നായിട്ട് അറ്റൻഡ് ചെയ്യാം. സോ here is your first question. Normal systolic BP in a 28 years old adult is.
ESIC 2012 എക്സാം നഴ്സിംഗ് ഓഫീസർ എക്സാം ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ 100 mm of HG, ഓപ്ഷൻ ബി 160 mm of HG, ഓപ്ഷൻ സി 140 mm of HG, ഓപ്ഷൻ ഡി 120 mm of HG. സോറി, 28-year-old അഡൽട്ടിലെ നോർമൽ സിസ്റ്റോളിക് BP എത്രയാണ്? Yes, it is option D, that is 120 mm of HG. That is option D is the correct answer. കിട്ടിയില്ല എല്ലാവർക്കും? So second question. Normal blood pressure is Kerala PSC question. Option A 130/80 mm of HG. Option B 120/80 mm of HG. Option C 120/90 mm of HG. Option D 110/90 mm of HG. Normal blood pressure എന്ന് പറയുന്നത് systolic 120 ആണ്, diastolic 80 ആണ്. So option B is the right answer, 120/80 mm of HG. Clear അല്ലേ? So question number 3. Pulse pressure is Kerala PSC question ആണ്. Option A diastolic pressure, systolic pressure, difference between systolic and diastolic pressure, pressure in pulmonary vein. Pulse pressure is difference between systolic and diastolic pressure. That is option C is the answer. Idiom. Then question number 4. If BP becomes between 140 to 159 systolic and 90 to 99 mm of HG diastolic, it comes under RCC Trivandrum Nursing Officer exam question ആണ്. Option A pre-hypertension, then option B stage 1 hypertension, option C hypotension, option D stage 2 hypertension. Systolic BP 140 to 159 and diastolic 90 to 99 mm of HG. ഏതാണ്? It's very good. It is stage 1 hypertension. Pre-hypertension ആണെങ്കിൽ 120 to 139 ആണ്. Clear അല്ലേ? So stage 1 hypertension, previous exam question note ചെയ്യുക. Then question number 5. Pre-hypertension means ESIC 2009 nursing officer exam question ആണ്. Option A BP between 120 to 139 and 80 to 88 mm of HG. BP less than 120/80 mm of HG. BP between 140 to 159/90 to 99 mm of HG. And BP above 160/100 mm of HG. ഏതാണ് ആൻസർ? പ്രീ ഹൈപ്പർടെൻഷൻ ആണ്. ഏതാണ്? യെസ്, systolic BP 120 to 139 and diastolic BP 80 to 89. So option A is the right answer. Pre-hypertension 120 to 139 ആണ് systolic, diastolic എന്ന് പറയുന്നത് 80 to 89 mm of HG. Here is your 6th question. The difference between systolic BP and diastolic BP is called. Kerala PSC question ആണ്. അതുപോലെ എയിംസ് പാർട്ട്ണർ 2020 നഴ്സിംഗ് ഓഫീസർ എക്സാം ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ പൾസ് ഡെഫിസിറ്റ്, ഓപ്ഷൻ ബി പൾസ് പ്രഷർ, ഓപ്ഷൻ സി ആർട്ടീരിയൽ പ്രഷർ, ഓപ്ഷൻ ഡി മീൻ ആർട്ടീരിയൽ പ്രഷർ. ഡിഫറൻസ് ബിറ്റ്വീൻ സിസ്റ്റോളിക് ആൻഡ് ഡയസ്റ്റോളിക് ഏതാണ് ആൻസർ? യെസ്, പൾസ് പ്രഷർ. പൾസ് ഡെഫിസിറ്റ് എന്ന് പറയുന്നത് എന്താണ്? It is the difference between radial and apical pulse is called pulse deficit. Pulse pressure എന്ന് പറയുന്നത് systolic BP minus diastolic BP. So option B is the right answer. Question number 7. Postural hypotension is also known as ESIC 2012 exam question ആണ്. Postural hypertension മറ്റൊരു പേര്. ഓപ്ഷൻ എ ഹൈപ്പർടെൻഷൻ, ഓപ്ഷൻ ബി പ്രീ ഹൈപ്പർടെൻഷൻ, ഓപ്ഷൻ സി ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പോടെൻഷൻ, ഓപ്ഷൻ ഡി ഹൈപ്പോടെൻഷൻ. പോസ്റ്ററൽ ഹൈപ്പോടെൻഷൻ ഓൾറെഡി നമ്മൾ പഠിച്ചു അല്ലെ. സുപ്പൈൻ അല്ലെങ്കിൽ സിറ്റിംഗ് പൊസിഷനിലും സ്റ്റാൻഡിംഗ് പൊസിഷനിലും അല്ലെങ്കിൽ അപ്രൈറ്റ് പൊസിഷനിലേക്ക് വരുമ്പോൾ സഡൻ BP ഫോൾ, അതാണ് പോസ്റ്ററൽ ഹൈപ്പോടെൻഷൻ അല്ലെങ്കിൽ ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പോടെൻഷൻ. സോ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. പഠിച്ചു കഴിഞ്ഞോ? ഓക്കെ. സോ ക്വസ്റ്റ്യൻ നമ്പർ 8. Contraction of a ventricular chamber is called. Kerala PSC exam question ആണ്.
കൺട്രാക്ഷൻ നമ്മൾ പറയുന്ന പേരെന്താണ്? സിസ്റ്റോൾ, പൾസ്, ഡയസ്റ്റോൾ, കാർഡിയക് ഔട്ട്പുട്ട്. കൺട്രാക്ഷൻ വെൻട്രിക്കുലർ ചേംബറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കൺട്രാക്ഷൻ അല്ലെങ്കിൽ സിസ്റ്റോൾ. കൺട്രാക്ഷൻ ടൈമിലെ ബ്ലഡ് പ്രഷർ ആണ് സിസ്റ്റോളിക് പ്രഷർ അല്ലെ. ഡയസ്റ്റോൾ എന്ന് പറയുന്നതോ റിലാക്സേഷൻ ആണ്. നേരെ തിരിച്ച റിലാക്സ് ചെയ്യുന്ന സമയത്തുള്ളതാണ് ഡയസ്റ്റോൾ അല്ലെങ്കിൽ ഡയസ്റ്റോളിക് പ്രഷർ. ക്ലിയർ അല്ലേ? സോ ആൻസർ ഓപ്ഷൻ എ, സിസ്റ്റോളിക് BP. കൺട്രാക്ഷൻ ടൈമിൽ. ക്ലിയർ അല്ലേ? സോ സിസ്റ്റോൾ, കൺട്രാക്ഷൻ വെൻട്രിക്കിളിനെ വിളിക്കുന്ന പേരാണ് സിസ്റ്റോൾ. റിലാക്സേഷൻ നമ്മൾ ഡയസ്റ്റോൾ എന്ന് വിളിക്കും. Then question number 9. The instrument used to measure blood pressure is Kerala PSC question. Manometer, barometer, sphygmomanometer and thermometer. So ഒരു ഡൗട്ടും വേണ്ട. Option C is the right answer. That is sphygmomanometer. Question number 10. If a patient's blood pressure is 150/95, his pulse pressure is. Tamil Nadu PSC exam question ആണ്. Option A 55, option B 150, option C 95, option D 245. Mean 150/95 blood pressure ഉള്ള ഒരു പേഷ്യന്റ് mean arterial pulse pressure എത്രയാണ്? Pulse pressure എന്ന് പറഞ്ഞാൽ നമുക്കറിയാം it is the difference between systolic BP minus diastolic BP. So 150 minus 95, 150 നിന്ന് 95 കുറച്ച് എത്ര കിട്ടും? Yes, it is 55. That is option A is the right answer. Clear ആണോ? So 11th question. During taking BP at upper arm, chest piece of the stethoscope will put on which artery? Rajasthan PSC 2017 exam question ആണ്. Option A axillary, option B radial, option C brachial and option D popliteal. ഏത് ആർട്ടറി ആണ് നമ്മൾ അപ്പർ ആമിൽ ഓസ്കൽറ്റേറ്റ് ചെയ്യേണ്ടത്? ഏതാണ് അപ്പർ ആമിൽ? യെസ്, ഓപ്ഷൻ സി ബ്രേക്കിയൽ ആർട്ടറി. ഒരു ഡൗട്ടും വേണ്ട, ബ്രേക്കിയൽ ആർട്ടറി ആണ്. സോ ഓപ്ഷൻ സി is the right answer. Then question number 12. Precautions applied during measurement of blood pressure is ESIC in 2009 nursing officer exam question ആണ്. Option A, patient should be in supine position. Option B, BP instrument should be keep above the eye level. Option C, record eye level measurement. Option D, elevate the client's arm on pillow. ഏതാണ് ആൻസർ? എറർ ഒഴിവാക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് റെക്കോർഡ് ഐ ലെവൽ മെഷർമെന്റ്. നമ്മൾ റീഡിംഗ് എടുക്കേണ്ടത് it should be at the eye level. So option C is the right answer. Record eye level measurement. So here is your 13th question. Avoid an error while measuring blood pressure. The nurse should. BCCL 2015 previous exam question ആണ്. Use a narrow cuff. Elevate the client's arm on a pillow. Stand close to the manometer. Read at eye level. So ഇതും ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. റെക്കോർഡ് അല്ലെങ്കിൽ റീഡ് അറ്റ് ഐ ലെവൽ. റീഡിങ് നമ്മൾ നോക്കേണ്ടത് ഐ ലെവൽ ആണ്. ഇറ്റ് ഷുഡ് ബി അറ്റ് ദ ഐ ലെവൽ, മെർക്കുറി ലെവൽ എന്ന് പറയുന്നത്. സോ ആൻസർ ഈസ് ഓപ്ഷൻ ഡി, റീഡ് അറ്റ് ഐ ലെവൽ. Question number 14. If a blood pressure cuff is too narrow or wrapped too loosely, the blood pressure is. ESIC 2015 nursing officer exam, SETM Srijitra Trivandrum exam question, nursing officer exam question ആണ്. Option A falsely low, option B falsely high, option C normal BP, option D difficult to hear because sounds will be muffled. BP cuff too narrow or wrapped too loosely ആണെങ്കിൽ കിട്ടുന്ന BP എന്ന് പറയുന്നത് ഏതാണ്? ആൻസർ ഈസ് യെസ്, ഫാൾസ്ലി ഹൈ റീഡിംഗ് ആയിരിക്കും കിട്ടുന്നത്. നമ്മൾ ഓൾറെഡി പഠിച്ചു. ടു നാരോ അല്ലെങ്കിൽ റാപ്ഡ് ടു ലൂസ്ലി ആണെങ്കിൽ കിട്ടുന്നത് ഫാൾസ്ലി ഹൈ റീഡിംഗ് ആണ്. സോ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. Question number 5. If blood pressure is 160/100, the mean arterial pressure MIBP is. RAC MSc nursing entrance exam question ആണ്. Option A 125, option B 110,
ഓപ്ഷൻ സി 120, ഓപ്ഷൻ ഡി 180. എന്താണ് ആൻസർ? സോ 160/100 ആണ്. നമുക്ക് രണ്ട് ഫോർമുല ഉണ്ടല്ലോ MABP കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. സിസ്റ്റോളിക് BP പ്ലസ് 2 into diastolic BP the whole divided by 3, അല്ലെങ്കിൽ diastolic BP plus 1/3 of pulse pressure. സോ ഇവിടെ പൾസ് പ്രഷർ എത്രയാണ്? 160 minus 100, that is 40. ക്ലിയർ അല്ലേ? സോ ഞാൻ രണ്ടാമത്തെ ഫോർമുല അപ്ലൈ ചെയ്യാണ്. diastolic BP എന്ന് പറയുന്നത് 100, then plus 1/3 of 1/3 of pulse pressure. Pulse pressure എത്രയാണ്? ഇവിടെ 160 minus 100 ആണ് അല്ലെ പൾസ് പ്രഷർ വരുന്നത്. സോ ദാറ്റ് ഈസ് 60 ആണ് കിട്ടുക, 40 അല്ല, സോറി റോങ് ആണ്. സോ 160 minus 100, ദാറ്റ് 60 ആണ് നമുക്ക് പൾസ് പ്രഷർ ആയിട്ട് കിട്ടുക അല്ലെ. സോ 1/3 of 60. സോ എത്ര കിട്ടും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ? ഈ 3യും 60യും കൂടെ ക്യാൻസൽ ചെയ്ത് പോകും. ദാറ്റ് ഈസ് 20 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 100 plus 20, that is equal to 120. Clear അല്ലേ? സോ 160/100 ഉള്ള ഒരു പേഷ്യന്റിന്റെ മീൻ ആർട്ടിയൽ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് 120 ആയിരിക്കും. സോ ആൻസർ ഈസ് ഓപ്ഷൻ സി. എല്ലാവർക്കും കിട്ടിയോ? ഓക്കെ, സോ ആൻസർ ഈസ് 120. Then 16th question. The sound heard using stethoscope as the blood pulsates through the vessel when the air is released from the BP cuff is Korotkov sound, muffled sound, crackling sound, mammary murmur. ഏതാണ് ആൻസർ? Yes, Korotkov sound. Previous exam question note here. 17th question. An accurate BP of a client can be obtained by Banaras Hindu University 2012 nursing officer exam question ആണ്. So option A is എന്ന് പറയുന്നത് cuff that covers the upper 1/3 of the client's arm. Option B, positioning the cuff approximately 4 inches above the antecubital space. Option C, use the cuff that is wide enough to cover 2/3 of the client's arm. Option D, identify Korotkov sound and take systolic reading at 10 mm of HG after the first sound. So ഇതിൽ ഏതാണ് ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ? ഏതാണ് കറക്റ്റ് ആൻസർ? ഏതാണ് ഇതിൽ? ഓൾറെഡി നമ്മൾ പഠിച്ചു. യെസ്, യൂസ് ദ കഫ് ദാറ്റ് ഈസ് വൈഡ് എനഫ് ടു കവർ 2/3 ഓഫ് ദി ക്ലയൻസ് ആം. ഏരിയ എന്ന് പറഞ്ഞാൽ 2/3 കവർ ചെയ്തിരിക്കണം. അല്ലെങ്കിൽ 80% നമ്മൾ പറഞ്ഞു. സോ 2/3 കവർ ചെയ്തിരിക്കണം. ദാറ്റ് ഈസ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി ഇസ് ദ ആൻസർ. കിട്ടിയോ? സോ നമ്മൾ BP എക്സാം പോയിന്റ് എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്തു. അത് റിലേറ്റ് ചെയ്തുള്ള പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻസ് എല്ലാം ഡിസ്കസ് ചെയ്തു. സോ എല്ലാവരും ഈ എക്സാം പോയിന്റ് അത്രയും നോട്ട് ചെയ്ത് പഠിക്കുക. സോ വൈറ്റൽ സയൻസിൽ BP-യിൽ നിന്ന് ഇതിനപ്പുറത്തൊരു ക്വസ്റ്റ്യൻ എക്സാം പോയിന്റ് വരില്ല. ഇത് ഞങ്ങൾ തരുന്ന ഉറപ്പാണ്. സോ എഴുതിയെടുത്ത് നന്നായിട്ട് പഠിക്കുക. സോ ഫുൾ മാർക്ക് വാങ്ങിയവർ ഉറപ്പായിട്ടും കമന്റ് ചെയ്യുക. അതുപോലെ ക്ലാസ്സുകൾ പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും പരിചയപ്പെടുത്തുക. അത് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ കിട്ടാവുന്നതിന്. അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും. അതുപോലെ വീണ്ടും ഞാൻ ഒരിക്കൽ കൂടി ഓർപ്പിക്കുകയാണ്, നമ്മുടെ അടുത്ത DHS സ്റ്റാഫ് നേഴ്സ് PSC എക്സാമിന്റെ 4ാമത്തെ സൂപ്പർ 50 ബാച്ചിന്റെ 4ാമത്തെ ബാച്ചിന്റെ ക്ലാസ്സുകൾ April 25-ന് ആരംഭിക്കുകയാണ്. സോ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് നമ്മുടെ വിവിധ സ്ട്രാറ്റജികളിലൂടെ പഠിച്ച് 10 months എങ്കിലും ഞങ്ങളോടൊപ്പം പഠിച്ച് ആത്മാർത്ഥമായിട്ട് പഠിച്ച് ആദ്യ റാങ്കിൽ നേടാൻ ആഗ്രഹിക്കുന്നവര് ഉറപ്പായിട്ടും ജോയിൻ ചെയ്ത് പഠിക്കുക. വളരെ നല്ല ടൈമുണ്ട്. ഈസി ആയിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലൂടെയും മോഡൽ എക്സാമിലെ യൂണിറ്റ് എക്സാം, പ്രാക്ടീസ് ക്വസ്റ്റ്യൻ, ഹോംവർക്ക് ക്വസ്റ്റ്യൻ പേപ്പർ, ഇതിലെല്ലാം മെത്തേഡിലൂടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആദ്യ റാങ്കിൽ എത്താവുന്നേ ഉള്ളൂ. സോ ഉറപ്പായിട്ടും ഇനിയും സമയങ്ങളായി ജോയിൻ ചെയ്ത് പഠിക്കുക. അതുപോലെ തന്നെ അസിസ്റ്റന്റ് പ്രൊഫസർ നഴ്സിംഗ് എക്സാം വളരെ കുറച്ച് ദിവസങ്ങൾ ഇനിയുള്ളൂ. സോ മെഗാ ടെസ്റ്റ് സീരീസ് ഓൺലൈൻ എക്സാം നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ഉറപ്പായിട്ടും അറ്റൻഡ് ചെയ്ത് പഠിക്കുക. അതുപോലെ നിങ്ങളുടെ കൂടെ മത്സരിക്കുന്നവരോടൊപ്പം നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് എല്ലാം മനസ്സിലാക്കി നിങ്ങൾ കോമ്പീറ്റ് ചെയ്യാനുള്ള ബെസ്റ്റ് ഓപ്ഷൻ ആണ്. അതുപോലെ MSc നഴ്സിംഗ് എൻട്രൻസ്, പോസ്റ്റ് BSc എൻട്രൻസിനായിട്ടുള്ള ഒരു സ്പെഷ്യൽ ബാച്ച് അനൗൺസ് ചെയ്തിട്ടുണ്ട്. സോ അതിനും ജോയിൻ ചെയ്ത് പഠിക്കുക. സോ എല്ലാവരും നന്നായിട്ട് പഠിക്കുന്ന പറഞ്ഞാൽ ഒത്തിരി സന്തോഷമുണ്ട്. സോ ഇത് ആത്മാർത്ഥമായിട്ട് കണ്ടിന്യൂ ചെയ്യുക. നിങ്ങളുടെ ലക്ഷ്യം നേടുന്നതുവരെ കണ്ടിന്യൂ ചെയ്യുക. നിങ്ങൾ ഉറപ്പായിട്ടും വിജയിക്കുക തന്നെ ചെയ്യും. അല്ലെ, ഞങ്ങളുടെ ഓരോ റിസൾട്ടും തെളിയിക്കുന്ന അതാണ്. ഓരോ കുട്ടികളും
വളരെ കഷ്ടപ്പെട്ടാണ് അവർ ആത്മാർത്ഥമായി പ്രിപ്പയർ ചെയ്തിട്ടാണ് അവർ ആദ്യ റാങ്കിൽ നേടി കഴിഞ്ഞ ദിവസങ്ങളിൽ അഡ്വൈസ് മെമ്മോ നേടിയത് അല്ലെ. ഓരോ ദിവസം വരുന്ന ദിവസങ്ങളിലെല്ലാം നിങ്ങൾക്ക് അവരുടെ മാതൃകകൾ കാണാൻ പറ്റും. സോ നന്നായിട്ട് പഠിക്കുക, ഹാർഡ് വർക്ക് ചെയ്യുക, വിജയിക്കാൻ ഹാർഡ് വർക്ക് മാത്രം മതി. ഓക്കെ, സോ മറ്റൊരു സെക്ഷനുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. ബൈ.